സമരം നടത്തുന്ന റേഷൻ വ്യാപാരികളുമായി വീണ്ടും ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട എന്ന നിലപാടല്ല. വേതന പാക്കേജ് സംബന്ധിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചുവെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കഴിഞ്ഞ മാസം 30-ന് റിപ്പോർട്ട് സമർപ്പിച്ചു. പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കുമെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു. സർ, സംസ്ഥാനത്ത് ദേശീയ പ്രസ്ഥാന സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് അടക്കം നടക്കുമ്പോഴും പാൽ റേഷൻ കടയൊക്കെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഭക്ഷ്യധാന്യം ആളുകൾക്ക് നൽകാത്ത ഒരു നിലപാടിലേക്ക് പോകാതിരിക്കാനാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പണിമുടക്ക് നോട്ടീസ് കണ്ട ഉടൻ തന്നെ അവരെ വിളിച്ചു, അവരുമായി സംസാരിച്ചു, ധനമന്ത്രിയും കൂടെ പങ്കെടുപ്പിച്ചു. അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ ഉറപ്പുകളും കൃത്യമായി പറയുകയുണ്ടായി. എന്നാൽ സമരവുമായി അവർ മുന്നോട്ട് പോകുന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അവരുമായി ഒരു ശത്രുതയുമില്ല. അവരുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ വീണ്ടും ഗവൺമെൻറ് തയ്യാറാണ്. ആ ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതല്ലാതെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കണ്ട എന്നുള്ള നിലപാടല്ല. 2018-ലാണ് അന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് വേതന പാക്കേജിനെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ഒരു കമ്മീഷനെ വെച്ചു. അവർ റിപ്പോർട്ട് കഴിഞ്ഞ മാസം 30-ന് ലഭിച്ചു. അത് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്.